പെസക കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിനോട്, നീ പെസക കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് അവർ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസക ഒരുക്കി. നല്ല വചനത്തിനായി കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഏകദേശം കുറഞ്ഞത് 1.5 മണിക്കൂർ വേണം എനിക്ക് ഭാഗം നിങ്ങളോട് സംസാരിച്ച് പൂർത്തീകരിക്കണമെങ്കിൽ. എന്നാൽ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലവാരത്തിൽ ഈ ദൂത് കൈമാറുവാൻ ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പെസക ഒരുക്കുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി എവിടെ സ്ഥലം ഒരുക്കണം? ഇത് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചൊരു ചോദ്യം. ആമേൻ. യേശുവിനറിയാം ശിഷ്യന്മാർ എന്നോട് ഈ ചോദ്യം ചോദിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ ചോദിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നീ ചോദിക്കുന്നതിന് മുമ്പ് ദൈവം സ്ഥലം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മനിയോഗത്തിൽ ഒരു ദൂത് പറയാം. ആമെ തകർന്നു കിടക്കുന്ന ചിലർ ഇന്ന് പകലിൽ ഇതിനകത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുകയാ. കാരണം നീ നിരാശപ്പെട്ട് ആമെ തോറ്റുപോയ ഇടത്ത് ആമെ പലരും നിന്നെ അപമാനിപ്പിച്ച് പുറത്താക്കി നിർത്തിയിടത്ത് നിനക്ക് വേണ്ടി ചിലത് കരുതുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയരെ, ആമെ മനസ്സിലായവർ കരങ്ങളെ തട്ടി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. കർമ്മേലിന്റെ മുകളിൽ പ്രാർത്ഥിക്കാൻ ഒരു ഏലിയാവുണ്ടെങ്കിൽ ആ ഏലിയാവിന് വേണ്ടി തീയിറക്കുന്നവനാണ് എൻ്റെ സർവശക്തനായ ദൈവം. ഹലോ, പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ ആമെ മുഴങ്കാലം അടക്കിയാൽ ആ ഏലിയാവിന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ചെങ്കടലിനെ കണ്ടുകൊണ്ട് ആമെ ഹല്ലേലൂയ വല വീശുവാൻ ഒരു പത്രോസ് ഉണ്ടെങ്കിൽ ആ വലയും പടകം നിറയ്ക്കുവാൻ എൻ്റെ ദൈവ സർവശക്തനാണ്. വിശ്വാസത്തോടെ നീ ഇറങ്ങി തിരിച്ചിട്ട് നിരാശപ്പെട്ട് തിരിച്ചു കയറത്തില്ല. കാരണം നിനക്ക് വേണ്ടി ചിലത് ദൈവം കരുതും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ നിരാശപ്പെട്ടു പോയ ഇടത്ത്, നീ തോറ്റുപോയ ഇടത്ത്, നീ ആശങ്കപ്പെട്ട ഇടത്ത് നിനക്ക് വേണ്ടി ചില കരുതലുകൾ കർത്താവ് ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ കരം കൊടുത്ത് പറ, എനിക്ക് വേണ്ടി കർത്താവ് ഇന്ന് പകൽ ചിലത് ഒരുക്കും. യെസ്, കരം കൊടുത്തൊന്ന് പറഞ്ഞേ, എനിക്ക് വേണ്ടി കർത്താവ് ചിലത് ഇന്ന് പകൽക്കാലം ഒരുക്കും. മറഞ്ഞു കിടക്കുന്ന ചില മണ്ഡലങ്ങൾ, ആമെ കൈവിട്ടു പോയ ചില ഹല്ലിൽ പ്രതികൂലങ്ങൾ എല്ലാം അസ്തമിച്ചു പോയെന്ന് ആമെ ഹല്ലിൽ നിന്നോട് പലരും പറഞ്ഞ് ആമെ ഹല്ലിൽ നീ ഭാരപ്പെട്ട് നീ ആശങ്കപ്പെട്ട ഇടത്ത് ആമെ ഇന്ന് പകൽ ഉറച്ചൊന്ന് വിശ്വസിക്ക്. ആമെ ആരൊക്കെ നിന്നെ കളിയാക്കിയാലും, ആരൊക്കെ നിന്നെ പരിഹസിച്ചാലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിനക്ക് വേണ്ടി കാൽവരിയുടെ വിരിമാറിടത്തിൽ അവസാനത്തുള്ളി ചോരയും കൊടുത്ത ഒരുവനുണ്ട്. അവന്റെ പേരാ യേശു. ആ യേശുവിന്റെ പാദത്തിലാ ഇന്ന് പകൽ നീ വന്നിരിക്കുന്നതെങ്കിൽ ആ യേശുവിനെ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് ചുടമന ഹസ്തരാജ വൈഡരാജ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക്
വേണ്ടിയുള്ള വിടുതൽ ദൈവം കണ്ടു കഴിഞ്ഞു. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു വിടുതൽ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിനങ്ങൾ, കഴിഞ്ഞ രാത്രികൾ നീ സങ്കടപ്പെട്ടു പോയ വിഷയങ്ങൾ, നീ ഭാരപ്പെട്ട ചില വിഷയങ്ങൾ, ഒറ്റയ്ക്ക് നിന്റെ ബെഡ്റൂമിനകത്ത് ഒരു സ്വപ്നം പോലെ നീ കണ്ടത്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടാൻ പോകുകയാ. ആരൊക്കെ നിന്നെ പകച്ചാല്, കുടുംബത്തിലെ സഹോദരങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തിയാല്, നിന്റെ ഭർത്താവ് നിന്നെ തള്ളിക്കളഞ്ഞാല്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. 2024 ഡിസംബർ വരെ നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ഇല്ലാതെ വർഷങ്ങൾ കടന്നുപോയെങ്കിൽ 2025 മാർച്ച് മാസം 28-ാം തീയതി ആത്മനിയോഗത്തിൽ ഞാനൊരു ദൂത് പറയാ. നീ പ്രാർത്ഥിച്ചു മടുത്തു പോയെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയത്, എവിടെയൊക്കെയോ പരാജയപ്പെട്ടു പോയത്, ആരൊക്കെയോ നിന്നെ കുറ്റം പറഞ്ഞ്, ആരൊക്കെയോ നിന്നെ ഒറ്റപ്പെടുത്തി, സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ടവനായി തകർക്കപ്പെട്ടവളായി നീ ഒഴുക്കപ്പെട്ട കണ്ണുനീര് ദൈവത്തിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ തുരുത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ അതിന്റെ മറുപടി ഇറങ്ങി വരികയാ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പലവിധമായ പ്രശ്നങ്ങളിൽ കൂടി നീ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ യേശു പറയുന്നു, ഞാൻ എന്റെ ദൂതനെ അയച്ച് ഹല്ലേലൂയ നിന്റെ കുടുംബത്തിനകത്തുള്ള ചില പരാജയത്തെ തുടച്ചു മാറ്റാൻ പോകുകയാണ്. ആ ഞെരുക്കത്തെ ദൈവം അടിച്ചു മാറ്റാൻ പോകുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഈ ദൂത് സ്വീകരിക്കുക. ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ഇന്ന് പകൽ ചെയ്യാൻ പോകുകയാണ്. കരമടിച്ച് കർത്താവിനെ ഹാലിൽ അന്യഭാഷകളിൽ എല്ലാവരും ഒന്ന് ആരാധിച്ച് ആ കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത്. കഴിഞ്ഞ 2024 വരെ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ലാതെ വന്ന നീ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 2025 മൂന്നാം മാസം ഈ 28ാമത്തെ പകലിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്ക്. യേശുവിന്റെ നാമത്തിൽ നിന്റെ കൈവിട്ടുപോയ നന്മ, നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ തലമുറ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥന. കർത്താവ് എന്തൊക്കെയോ ഒരുക്കിയിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അവസരങ്ങളെ ഒരുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവസരങ്ങൾ ഒരുക്കി തരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ലജ്ജിപ്പാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വാതിൽ തുറക്കുന്നൊരു ദൈവമുണ്ട്. നീ അബ്രഹാമിന്റെ സന്തതിയായി, നീ അബ്രഹാമിന്റെ കുടുംബത്തിലെ അംഗമായി, അബ്രഹാമിന്റെ കുടുംബത്തിൽ ഒരു അംഗമായി നീ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഗറേ, നീ തളർന്നു പോകത്തില്ല. ഹാഗറേ, കർത്താവ് നിന്നെ കൈവിടത്തില്ല. ഒരുപക്ഷെ സാറ നിന്നെ കൈവിടാം. ഒരുപക്ഷെ അബ്രഹാം നിന്നെ പിടിച്ചിറക്കും. അല്പസമയത്തേക്ക് ആഹാരങ്ങൾ ഹാഗർ നിന്റെ കയ്യിൽ തന്നുവിടുമായിരിക്കും. എന്നാൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ കയ്യിലുള്ളതെല്ലാം ചെലവായി കഴിഞ്ഞാൽ അടുത്ത മണ്ഡലം മരണമാണെന്ന് നീ നിരൂപിച്ചെങ്കിൽ നിനക്ക് തെറ്റുപറ്റി. കാരണം നിന്നെ അബ്രഹാമിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ ബേർശേബയുടെ മണ്ണിൽ ഹല്ലേലൂയ നീയും നിന്റെ തലമുറയോ മരുഭൂമിയിൽ അവസാനിക്കത്തില്ല. എവിടേക്കോ അവസാനിച്ചു പോയി. ഇനി എന്റെ മുമ്പിൽ ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് ദുഃഖഭാവത്തോടെ വേദനയോടെ കഴിയുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി ഒരു വിടുതൽ. ഹസ്തരാജവയുടെ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 15 മുതൽ ആർക്കെങ്കിലും ഒരാണെന്ന് വായിച്ച് കേൾപ്പിക്കാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 15 മുതൽ ഒരാണെന്ന് വായിച്ച് കേൾപ്പിക്കാം. യെസ്, വേഗത്തിൽ ഒന്ന് വായിച്ചേ. തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം അവൻ കുട്ടിയെ ഒരു കുറിങ്കാട്ടിൻ തണലിൽ ഇട്ടു. അവൾ പോയി അതിനെതിരെ ഒരൻപിൻപാട് ദൂരത്ത് ഇരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഉറക്കെ കരഞ്ഞു. മതി. സ്തോത്രം. കരയുന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? കരയുന്നവരുണ്ടോ?
ആവശ്യത്തിന് വേണ്ടി കരയുന്നവർ കരമുയർത്തി സ്വതന്ത്രം ചെയ്തേ. ആവശ്യത്തിന് വേണ്ടി എല്ലാ ദിവസവും കരയുന്നവർ ഉണ്ടെങ്കിൽ കരമുയർത്തി സ്വതന്ത്രം പറഞ്ഞേ. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ കരയുന്നവർ ഉണ്ടെങ്കിൽ കരമുയർത്തി സ്വതന്ത്രം പറ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? സ്തോത്രം, ഹല്ലേലൂയ. കാരണം നമ്മുടെ അപ്പനാരാ? എടാ, ഈ ലോകത്തിലെ അപ്പൻ നമ്മെ കൈവിടും. ഈ ലോകത്തിലെ രക്തബന്ധങ്ങൾ നമ്മളെ തള്ളിപ്പറയും. നമ്മളെ തള്ളിക്കളയാത്ത ഒരുവനുണ്ട്. ആ മാർവോട് ചേർത്ത് പിടിക്കുന്ന ഒരുവനുണ്ട്. നിന്റെ ഏത് തകർച്ചയിലും ഏത് വീഴ്ചയിലും നിന്നെ കൈക്ക് പിടിച്ച് മാർവോടെ ചേർത്ത് നിർത്തുവാൻ എൻ്റെ യേശുവിന് സാധിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം നീ സങ്കടത്തോടെ കൊണ്ടുവന്ന ചില വിഷയത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുകയാ. ആമേ, ഇന്ന് ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടേ? നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നീ ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചില്ലേ? ആമേ, എനിക്ക് വേണ്ടി പെസഹ എവിടെ ഒഴുക്കണം? നീ ചോദിക്കുമെന്ന് ദൈവത്തിന് അറിയാം. ആമേ, അതിനു മുമ്പ് ദൈവം സ്ഥലം ഒരുക്കി. ഹല്ലേലൂയ. ആമേ, ബേർശേബയുടെ മരുഭൂമിയിൽ ആമേ ഹല്ലേലൂയ, നീയും നിന്റെ കുഞ്ഞും ആമേ അവസാനിക്കാനല്ല ബേർശേബയുടെ മരുഭൂമിയിൽ നീ വന്നതെങ്കിൽ ഇന്ന് പകൽ ആത്മനിയോഗത്തിൽ ദൂത് പറയാ. നിന്റെ മുമ്പിൽ എല്ലാ വഴികളും അടയപ്പെട്ടാലോ മരുഭൂമിക്കകത്ത് ഒരു നീർത്തടാകത്തെ ഉണ്ടാക്കി തരുവാൻ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് കഴിയുമെങ്കിൽ ഇതിനകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ ദൂത് സ്വീകരിക്ക്. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ അസ്തമിച്ചു പോയത്, തടസ്സപ്പെട്ട് കിടക്കുന്ന ചില പ്രതിസന്ധികൾ, ചില വെല്ലുവിളികൾ ഇന്ന് പകലിൽ ഓപ്പൺ ആകട്ടെ. ബാലൻ ഇരുന്നെടുത്ത് ഉറവ പൊട്ടിയെങ്കിൽ, ബാലൻ ഇരുന്നെടുത്ത് നന്മ പെരുങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാല ഹല്ലേലൂയ, നീ കുറുങ്കാട്ടിൽ കാട് കൊണ്ട് ഒതുങ്ങിപ്പോകേണ്ടവനല്ല. കുറുങ്കാട് കൊണ്ട് ഒതുങ്ങിപ്പോകേണ്ടവനല്ല. കുറുങ്കാട്ടിൽ കിടക്കേണ്ടവനല്ല. പക്ഷെ നീ വീണത് കുറുങ്കാട്ടിലാണെങ്കിൽ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല. സഹായിക്കാൻ ആളുകൾ കുടുംബത്തിനകത്തുണ്ടായിട്ട് ആമെ കുഞ്ഞു ചെന്ന് വീണത് ആ കുറുങ്കാട്ടിനകത്താണെങ്കിൽ ആകറെ നീ ഭാരപ്പെടുന്നത്. എന്റെ ശബ്ദം കേട്ടിറങ്ങി ആമേ, എന്റെ ആലോചന കേട്ട നിന്നെ ആമേ ഒരു പിശാചിനെ തൊടാൻ കഴിയത്തില്ല. കാരണം നിന്നെയും നിന്റെ തലമുറയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ. പലതും വിട്ടിറങ്ങി വന്നവർ, ആരെ പാരമ്പര്യം വിട്ടിറങ്ങി വന്നവർ, ആമേ കുടുംബ മഹിമ വിട്ടിറങ്ങി വന്നവർ, ആമേ ഹല്ലേലൂയ, അവരോടൊരു ദൂത് പറയാനുണ്ട്. നിന്നെ ഒരിക്കലും കൈവിടാത്തൊരു ദൈവമുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വൈകുകയില്ല. അത് വൈകിയാൽ വരോ, അതിനായി കാത്തിരിക്കുക. കരമടിച്ച് കർത്താവിനൊന്ന് സ്വതന്ത്രം ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നോക്കെ, ആ ഭാഗം വായിച്ചു വരുമ്പോൾ ആമസ്തത്തെ തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം ആമ കയ്യിൽ നിന്ന് റൊട്ടിക്കഷ്ണവും ആമ കുഞ്ഞ് കടിച്ച് കഴിഞ്ഞതിന് ശേഷം ആമസ്തോത്രം ഇനി ആമ അവിടെ കയ്യിൽ ആമ വെള്ളമില്ല, റൊട്ടിക്കഷ്ണവുമില്ല. ആമസ്തോത്രം കാരണം സ്ഥലം ആമ മരുഭൂമിയാണ്. മരുഭൂമിക്കകത്ത് ഹല്ലേലൂയ കാക്ക വരത്തില്ല. കേട്ടോ ആമ, നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ആമ ഏലിയാവിൻ്റെ അരികിൽ വന്ന കാക്ക ഇന്നുമുണ്ടല്ലോ. ആമ എപ്പോഴും ആമ എല്ലാവർക്കും കാക്ക വരുമെന്ന് ആമ വിചാരിച്ചിരിക്കരുത്. ആമ ഓരോരുത്തർക്കും ഓരോ അനുഭവത്തിൽ കൂടിയ ദൈവം അവരെ നിറയ്ക്കുന്നേ. ഹല്ലേലൂയ. നീ ഏത് ആമേ ഹല്ലേലൂയ വഴിയിൽ കൂടിയാണോ സഞ്ചരിക്കുന്നത്, ഏത് അവസ്ഥയിൽ കൂടിയാണോ നീ കടന്നു പോകുന്നത്, നിനക്ക് വേണ്ടി വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. ബേർശേബയുടെ മരുഭൂമിയിൽ കാക്ക വരത്തില്ല, പക്ഷേ അവിടെ നിനക്ക് വേണ്ടത് വെള്ളമാണ്. ഞാൻ പറയാ, മരുഭൂമിക്കടിയിൽ ആമേ ആഴത്തിൽ കിടന്ന വെള്ളത്തെ ഒരു നിമിഷം ആ ബാലന്റെ നിലവിളി കേട്ട ദൈവം ആ മരുഭൂമിക്കകത്ത് ഉറവ പൊട്ടിച്ചെങ്കിൽ ആമെ തടഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങൾ PSC എഴുതിയിട്ട് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നിട്ട് നിന്റെ നന്മ വെളിപ്പെടാതെ വന്ന എവിടെയൊക്കെ ശത്രു അപകരിച്ചെങ്കിൽ ഇന്ന് പകൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി വിദേശത്ത് ആരോ ഇരുന്ന് ഈ ദൂത് പിടിക്കുന്നുണ്ട്. പിടിച്ചെടുത്തോ. നിന്നെ എവിടെയൊക്കെ ഒതുക്കിയ മണ്ഡലങ്ങൾ, നിന്നെ എവിടെയൊക്കെ ഒറ്റപ്പെടുത്തിയ മണ്ഡലങ്ങൾ, ആമെ ഹാലെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആമെ നിന്റെ പേര് ഒന്നാമത് വന്നിട്ട് പല പ്രേരണയാൽ നിന്നെ ആരൊക്കെ ഒതുക്കി വെച്ചു. ആ നന്മ നിനക്ക് കിട്ടിയില്ല. പക്ഷെ ആത്മാവ് എന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്ന പകല്, ദൂതൻ ഇറങ്ങുന്ന പകല്. കരമടിച്ച് കർത്താവിന് സ്വതന്ത്രം ചെയ്. നിനക്ക് വേണ്ടി ദൈവം ഒരു ഓപ്പൺ ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറുങ്കാട്ടിന്റെ തണലിൽ ബാലനെ ഇട്ടു.
ഒരൻപിൻപാട് ദൂരത്ത് മാറിയിരുന്ന അമ്മ കരയാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ മരണം എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞ് അവൾ നിലവിളിച്ച വാവിട്ട് നിലവിളിക്കുമ്പോൾ കുഞ്ഞിൻ്റെ നിലവിളി പൊങ്ങി വരികയാ. കർത്താവ് ബാലൻ്റെ നിലവിളി കേട്ടു. ഞാൻ പറയാം, എൻ്റെ മുമ്പിൽ ഈ ദൂത് കേൾക്കുന്ന ദൈവപൈതലേ, ഒരു ശിശു എന്ന പോലെ നിന്റെ മനസ്സും ഹൃദയവും ഇന്ന് പകലിൽ കർത്താവിന് നീ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ, ആ കുഞ്ഞിരുന്നെടുത്തൊരു ഉറവ ദൈവം പൊട്ടിച്ചെങ്കിൽ നിന്റെ വിഷയത്തിൻ്റെ മറുപടി, എൻ്റെ തലമുറയുടെ വിടുതൽ ഇന്ന് പകലത്തെ ശുശ്രൂഷയിൽ ഞാൻ അത് പിടിച്ചെടുക്കും. എത്ര പേർക്കത് വാതുറന്ന് പറയുവാൻ കഴിയും? സ്വാമി, ദുഷ്ടപിശാചേ, നിനക്കിനി എന്നെ തടയാൻ കഴിയത്തില്ലടാ. എൻ്റെ വിടുതലിന്റെ മറുപടി, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ആമേ വെളിപ്പെടാൻ പോകുകയാണ്. എൻ്റെ വിടുതൽ ഹല്ലേലൂയ ഇന്ന് ഈ ശുശ്രൂഷയ്ക്കകത്ത് ദൈവം അയക്കാൻ പോവുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് മരുഭൂമിക്കകത്ത്, കുറും കാട്ടിനകത്ത്, ബാലൻ കിടന്നയിടത്ത് ഉറവ പൊട്ടിച്ച് തന്നൊരു യേശു ഉണ്ടെന്ന്. കരം തട്ടി കർത്താവിന് സ്വത്രം ചെയ്തേ. ഹല്ലേലൂയ. നീ നിൽക്കേണ്ടത് നിന്റെ ഇഷ്ടത്തിനകത്തല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്തൊരു ദൈവവൈതം നിൽക്കണം. ദൈവം പറയുന്നത് നീ എന്ത് ചെയ്യണം? അനുസരിക്കണം. അനുസരണക്കേട് കാണിച്ച ഒരു ദൈവദാസനെ പരിചയപ്പെടുത്താൻ പോവുക. ദൈവം അവനോട് പറഞ്ഞു, നീ നിനവയിലേക്ക് പോകണം. എവിടെയാ? നിനവയിലേക്ക് പോകണം. ആമേൻ. എന്നാൽ ആ ദൈവദാസൻ എങ്ങോട്ടാ പോയേ? യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചേ. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചേ. സ്തോത്രം, വേഗത്തിൽ വായിച്ചേ. സ്തോത്രം. അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി, സ്തോത്രം, അവിടെ നിർത്തണം. ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടോ. നിനവേക്കാരോട് എങ്ങനെ പ്രസംഗിക്കണമെന്നാ പറഞ്ഞേ? എങ്ങനെ അനുകൂലമാക്കി പ്രസംഗിക്കണോ? ആ പട്ടണത്തിന് എതിരെ നോക്കി പ്രാർത്ഥിക്കണം. എങ്ങനെ ചെയ്യണ്ടേ? നിനവേക്കെതിരെ എന്ത് ചെയ്യണം? നിനവേക്കെതിരെ പ്രസംഗിക്കണം. ദൂത് കറക്റ്റാ, വെളിപ്പാടും കറക്റ്റാ. പക്ഷെ പുള്ളി എങ്ങോട്ടാ പോയേ? ദൈവം പറഞ്ഞ കപ്പലിൽ കയറിയോ? സ്തോത്രം പറഞ്ഞില്ല. ദൈവം പറഞ്ഞ കപ്പലിൽ അവൻ കയറിയോ? ചിലരങ്ങനെയാ, ദൈവം പറഞ്ഞ സ്ഥലത്ത് വരത്തില്ല, പിന്നെ എവിടെ പോകും? വഴിയിൽ ചില പുള്ളിക്കാരികൾ ഇരിപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16:16 എടുക്കണ്ട. അവിടെ ഒരു യൗവന സഹോദരി ഇരിപ്പുണ്ട്, വെളിച്ചപ്പാടത്തിയ ലക്ഷണം പറഞ്ഞ യജമാനന്മാർക്ക്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹോദരൻ, കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുക, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്, ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ വന്നപ്പോൾ എന്നെ ഒരു ദിവസം കണ്ട് യാത്ര ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ആ പുള്ളി ഞാനോട് സംസാരിച്ചു. നീ ഇപ്പോൾ പാസ്റ്ററാ എന്നൊക്കെ നമ്മുടെ പഴയ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു. എന്നോട് ചോദിച്ചു, സുരാ, നിനക്കൊരു ദൈവമേ ഉള്ളൂ, പക്ഷേ എനിക്ക് 10-ലധികം ദൈവമുണ്ട്. ഒരു ദൈവത്തോട് എൻ്റെ ഒരു വിഷയം പറഞ്ഞ് അവരത് സാധിച്ചു തന്നില്ലേ, അടുത്ത ദൈവത്തോട് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ നിനക്കൊരു ദൈവമേ
ഉള്ളൂ. ഞാൻ പറഞ്ഞു നിന്റെ 10 ദൈവത്തെയും പിടിച്ച് കെട്ടേണ്ട ആ ശക്തി ദൈവം എൻ്റെ മേൽ തന്നിട്ടുണ്ട്. സ്വത്രം പറ ഹല്ലേലൂയ. അപ്പോൾ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തെളിവുണ്ടടാന്ന് പറഞ്ഞു. എന്താ തെളിവ്? പണ്ട് ഫറവോന്റെ കൊട്ടാരത്തിൽ സ്തോത്രം വിക്കനായ ഒരു ചെറുക്കനെ ഒരു ഉണക്ക വടിയും കൊടുത്ത് തമ്പുരാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. സ്തോത്രം ഹല്ലേലൂയ. അവിടെ ചെന്നിട്ട് ഫറവോൻ രാജാവിനോട് പറഞ്ഞു, എൻ്റെ ജനത്തെ വിട്ടുതരാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം ആ ഉണക്ക വടി നിലത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു ഇട്ടു. അത് പാമ്പായി. അപ്പോൾ ഫറവോൻ അത് കണ്ടിട്ട് ചിരിച്ചു. ഹലോ, ആരവിടെ? അപ്പോൾ ഒരു യജമാനൻ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ മന്ത്രവാദികളെ 100 പേരെ വിളിക്കാൻ പറഞ്ഞു, വടി വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. 100 പേര് ഓരോ വടി വെട്ടിക്കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഈ മോശയുടെ ഉണക്ക വടി സർപ്പമായി നിൽക്കുകയാ, പത്തിയെടുത്ത് നിന്ന് നാടുകയാ. അതിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്തു. 100 വടിയും പാമ്പായി. സ്തോത്രം. അപ്പോൾ ഭയങ്കര ചിരിയൊക്കെ അങ്ങ് ചിരിച്ചു. പക്ഷെ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അതിലൊരു പാമ്പ് വാ തുറന്നു. സ്തോത്രം പറ, വാ തുറന്ന് 100 എണ്ണത്തെയും വിഴുങ്ങി. ഞാൻ പറഞ്ഞ് എൻ്റെ പൊന്ന് സ്നേഹിത, നിന്റെ ദൈവങ്ങളെ കംപ്ലീറ്റ് വിഴുങ്ങേണ്ട കൃപ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നീ തകരുമെന്ന്, നീ നിലനിൽക്കത്തില്ലെന്ന് നിനക്കെതിരെ ചെയ്വകനകളാലും ശുദ്രപ്രയോഗങ്ങളാലും ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ട് നിന്നെ ഒതുക്കി വെച്ച ചില മണ്ഡലങ്ങൾ ഇന്ന് പകരം തമ്പുരാൻ വിഴുങ്ങും. ഓ ഹല്ലേലൂയ. ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരും. സങ്കടപ്പെട്ട് കണ്ണുനീരൊഴുകി കരയുന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. എവിടെയൊക്കെയോ അടഞ്ഞു പോയത്, പിശാച് എവിടെയൊക്കെയോ ഹല്ലേലൂയ മറച്ചു വെച്ചത് ഇന്ന് പകൽ തുറന്നു വരട്ടെ. അപ്പൊ യോനയോട് പറഞ്ഞു, നീ നിനവയിൽ ചെന്ന് എന്ത് ചെയ്യണം? സ്വത്രം. പുള്ളി നേരെ കയറിയത് എങ്ങോട്ടാ? ഏത് കപ്പല്ല? തർസീസിലേക്ക് പോകുന്ന കപ്പലിൽ എന്ത് ചെയ്തു? ചാടി കയറി. പാവപ്പെട്ട ആളുകൾ വർഷങ്ങളോളം സ്വരൂപിച്ചു വെച്ച സാധനങ്ങളും ആഹാര സാധനങ്ങളും എല്ലാം കൂടി കപ്പലിൽ കയറ്റി യാത്ര ചെയ്ത് അവരവരുടെ വീടുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളി ചെന്ന് എന്ത് ചെയ്തു? കയറിയിട്ട് അവൻ ഏറ്റവും അടിത്തട്ടി ചെന്ന് കിടന്ന് എന്ത് ചെയ്തു? ഒരൊറ്റ ഉറക്കം. സ്വത്രം പറഞ്ഞില്ല. ഇവ കയറിയ ഉടനെ തന്നെ തമ്പുരാൻ ഒരു കാറ്റങ്ങോട്ട് അടിപ്പിച്ചു. കപ്പൽ അങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഉലയാൻ തുടങ്ങി. സ്തോത്രം പറഞ്ഞില്ല. ഈ ഒറ്റ മനുഷ്യൻ മുഖാന്തരം മറ്റുള്ളവരുടെ നന്മകളെല്ലാം വലിച്ചു പുറത്ത് കളയേണ്ടി വന്നു. സ്തോത്രം പറയാം. ഹല്ലേലൂയ. വല്ലതും പിടികിട്ടുന്നുണ്ടോ? അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. സ്തോത്ര ഹല്ലേലൂയ. കാരണം അമിതമായി വാങ്ങിക്കൂട്ടിയത്. സ്തോത്രം പറഞ്ഞില്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചല്ല പറയുന്നേ. ചില ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയാം. നമ്മുടെ ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ രഹസ്യ സന്ദർശന ഓഫീസുകളിൽ നടത്തുമ്പോൾ ചില വില്ലേജ് ഓഫീസർമാർ, ചില താലൂക്കിലെ ഓഫീസർമാർ കൈക്കൂലി മേടിച്ച് ഹല്ലേലൂയ കാക്കിയിട്ട പോലീസുകാരുടെ മുമ്പിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തട്ടിപ്പും വെട്ടിപ്പുമായി ചില പുള്ളികൾ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നു. ഇവന്മാരെ കംപ്ലീറ്റ് സാധനം വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. സ്തോത്രം പറ ഹല്ലേലൂയ. അവസാനം ഇവൻ ഒന്നും അറിഞ്ഞില്ല. എല്ലാവരും ഹല്ലേലൂയ ഉണർന്ന്, മയക്കം പിടിച്ച് കിടന്ന് എല്ലാവരും ഉണർന്ന് അവരെല്ലാവരും അങ്ങോട്ട് അവരെ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദേവന്മാരും പ്രാർത്ഥന കേൾക്കുന്നില്ല. സ്തോത്രം. കാരണം കപ്പൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാ. കാരണം കാറ്റടിപ്പിച്ചത് ദൈവമാണ്. എന്തിനെന്നറിയാമോ? നിന്നെ ഏത് സ്ഥലത്ത് കൊണ്ടുവരണമെന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നീ എല്ലാം അറിഞ്ഞിട്ടും എല്ലാം മനസ്സിലാക്കിയിട്ട് നീ ദൈവത്തെ പറ്റിക്കാൻ തുടങ്ങിയ യോനെ ദൈവം നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ. നീ ഒരുത്തൻ മുഖാന്തരം കപ്പലിനകത്തുണ്ടായിരുന്നവരുടെ നന്മകളും സ്വത്തുക്കളും എല്ലാം കപ്പലിനകത്തിനെടുത്ത് ഭാര്യ പുറത്തിറങ്ങി എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടു. സ്തോത്രം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ യാത്ര ചെയ്യുന്നവരുടെ പേരുകൾ എഴുതി നമുക്ക് നറുക്കിടാം. സ്തോത്ര. ഇവനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ പേരെന്താ? അവൻ പേര് പറഞ്ഞു, പോയ സ്ഥലവും പറഞ്ഞു. സ്തോത്ര ഹല്ലേലൂയ. അവർ നറുക്കിട്ടു. വീണത് യോനായുടെ പേര്. സ്തോത്രം പറ, യോനായുടെ പേര്. ഹല്ലേലൂയ. അവർ പറഞ്ഞു നിങ്ങൾക്ക് യാത്രയ്ക്ക് തടസ്സമാണെങ്കിൽ എന്നെ എടുത്ത് കടലിൽ എറിയാൻ പറഞ്ഞു. അവന്റെ അഹങ്കാരം കണ്ടു. ചിലർക്ക് കൃപ ഒരുപാട് കിട്ടിയെന്ന് പറഞ്ഞ്, ചിലർക്ക് സ്വന്തമായി ചാനൽ ഉണ്ടെന്ന് പറഞ്ഞ് ചില അച്ചായന്മാരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പാവപ്പെട്ട ദൈവമക്കളെ ഇൻഡിപെൻഡന്റ് സഭകൾ
കുടുംബങ്ങൾ വെച്ച് ആരാധിക്കുന്ന 5ഉം 10ഉം കുടുംബങ്ങളെ വെച്ച് ആരാധിക്കുന്ന ദൈവദാസന്മാരെ കണ്ടാൽ മാനിക്കത്തില്ല. അവരെ എപ്പോഴും നിന്ദിക്കുന്ന ഒരു പതിവാണ്. ഹല്ലേലൂയ. അവരെ കൂടെ ഇരിക്കാൻ ഹല്ലേലൂയ അവരെ അനുവദിക്കത്തില്ല. എന്നാൽ ഞാൻ പറയാ, ഇവനെ എടുത്ത് കടലിനകത്ത് എറിയുമ്പോൾ ഒരു ഹാലയിലെ മീന് ഈ കപ്പലിന്റെ കൂടെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. ഇവൻ ചെന്ന് വീഴുന്നത് എവിടെയെന്നറിയാമോ? ആ മീനിന്റെ വയറ്റിനകത്ത്. 3 ദിവസം 7 ദിവസം 21 ദിവസം ഉപവാസം വെച്ചാൽ എല്ലാവരും ഉപവസിക്കുന്നെന്ന് കൈവക്കും. സ്തോത്രം. ഉപവാസം എങ്ങനെയുണ്ടെന്ന് യോനയോട് ചോദിച്ചാൽ യോന പറഞ്ഞു തരും. യോനയോട് ചോദിച്ചാൽ യോന പറഞ്ഞു തരും 3 ദിവസത്തെ ഉപവാസം എങ്ങനെയുള്ള ഉപവാസമായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും എന്ത് ചെയ്തില്ല. ആ മീനിൻ്റെ ദഹന ഗ്രന്ഥിയൊക്കെ ദൈവം നേരത്തെ അടച്ചിട്ട് ആ കപ്പലിനോട് ചേർന്ന് മീൻ നീന്തിക്കൊണ്ടിരുന്നു. എടുത്തിട്ടത് മീൻ വാ തുറന്നു കൊടുത്തു, അകത്ത് കിടന്നു. സ്വത്രം പറയില്ല. 3 ദിവസം ഉപവാസം. സ്വത്രം പറയാം. 120 പേര്. ഇനി ഇവൻ അതിനു മുമ്പ് 3 ദിവസം കരയിൽ വെച്ച്, ഭൂമിയിൽ വെച്ച്, ആലയത്തിൽ വെച്ചോ വീട്ടിൽ വെച്ചോ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നു എങ്കിൽ ഈ തടസ്സം അവിടെ ഉണ്ടാകത്തില്ല. സ്വത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഞാൻ പ്രവാചകനാണ് എന്നുള്ള അഹങ്കാരത്തോടു കൂടി വന്ന കപ്പൽ ചാടിക്കേറി. സ്വത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. അവൻ്റെ അഹങ്കാരം 3 ദിവസം മീനിൻ്റെ വയറ്റിൽ കിടന്നു. സ്വത്ര മീനിൻ്റെ വയറ്റിൽ കിടന്ന് 3 ദിവസം ഉപവസിച്ച യോന. സ്തോത്ര. ഹല്ലേലൂയ. 1,20,000 ചില്ലുവാനും ജന രട്ടിലും വെണ്ണീരിലുമായി കിടക്കുകയാണ്. ഇനി അടുത്ത് ശ്രദ്ധിച്ചോ. ഈ മീനെന്ന് പറഞ്ഞ ഈ കപ്പൽ എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ നിന്നിപ്പോയി. ഈ മീന് കരയോട് അടുത്ത് വരത്തില്ല. ഏകദേശം മീറ്ററുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മീന് യോനായെ ശർദ്ദിച്ച് കരയിലിട്ട് കൊടുത്തു. അവൻ്റെ പുറം തൊലി കംപ്ലീറ്റ് ഉരിഞ്ഞിരി. സ്തോത്രം പറഞ്ഞില്ല. അവിടെ കിടന്നുകൊണ്ട് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു. സ്തോത്രം. 1,20,000 ചില്ലുവാനം ജന സ്തോത്ര. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാനിടയായി. നിനവെക്കെതിരെ പ്രസംഗിച്ചു. ദൈവവചന ശുശ്രൂഷ തട്ടിപ്പിന്റെ മാർഗമല്ല, വയറ്റിപ്പിഴപ്പിന്റെ മാർഗമല്ല. ദൈവം ചിലരെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അഭിനയത്തിന്റെ ശുശ്രൂഷയല്ല. ഈ ശുശ്രൂഷ അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. നിന്റെ വഴി അടഞ്ഞുപോയ മേഖലകൾ ഹല്ലേലൂയ നിനക്കെതിരെ വെല്ലുവിളിച്ച മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്ന് പകൽ നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളെ ദൈവം അടിച്ചു മാറ്റുകയാണ്. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു യജമാനൻ നീ പോകുന്ന ഗ്രാമത്തിൽ എതിർപ്പെടും. ആ ഗ്രാമത്തിൽ ഉത്സവം നടക്കുകയാ. ആ നാട്ടിലെ ആളുകളെല്ലാം ഉത്സവത്തിന് പോയിരിക്കുക. ഒരു യജമാനൻ ഹല്ലേലൂയ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിൽക്കുമ്പോൾ അവനോട് ചോദിച്ചു, ഞങ്ങൾക്ക് പെസക എവിടെ ഒരുക്കിയിട്ടുണ്ട്? അവൻ വിളിച്ചു കൊണ്ടുപോയി വിരിച്ചൊരുക്കിയിരിക്കുന്ന ഒരു വൻമാളിക കാണിച്ചു കൊടുത്തു. ഈ ദൂത് വല്ലതും പിടികിട്ടുന്നുണ്ടോ? ആരൊക്കെ നിന്നെ ആക്ഷേപിച്ച് നിന്ദിച്ച് നിന്നെ പരിഹസിച്ച് നീ പാർക്കുന്ന ദേശത്ത് നിന്നെ ഒറ്റപ്പെടുത്തിയാൽ നിനക്ക് വേണ്ടി ഒരുക്കുന്നൊരു വൻമാളിക ഉണ്ട്. ദൈവം ഒരുക്കുന്നുണ്ട്. നീ അറിയാത്ത ചില രാജ്യങ്ങളിൽ, നീ അറിയാത്ത ചില ഓഫീസുകളിൽ ദൈവം ഉന്നതമായ പദവികളിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുന്ന അനുഭവങ്ങൾ രമ്യ. പരിശുദ്ധാത്മാവ് പറയുന്നു, എവിടെയൊക്കെയോ തല പകച്ചു നിൽക്കേണ്ടി വന്ന സ്ഥാനത്ത് ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം നിന്റെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നെ ലജ്ജിപ്പിച്ചവരുടെ നടുവിൽ, നിന്നെ ക്ലേശിപ്പിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ആത്മനിയോഗത്തിൽ ദൂത് പറഞ്ഞാൽ അത് എത്രത്തോളം സ്വീകരിക്കുന്നുണ്ട്? സ്വീകരിക്കുന്ന ദൈവമക്കൾക്കായി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് കർത്താവിനൊന്ന് സ്വത്രം ചെയ്തേ. കരമടിച്ച് കർത്താവിന് സ്വത്രം ചെയ്തേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഒരു വഴി ഇനിയില്ല എന്ന് നിന്റെ മനസ്സിൽ നീ തീരുമാനിക്കുമ്പോൾ നീ അറിയാതെ നിനക്ക് വേണ്ടി വിരിച്ചൊരുക്കിയൊരു വൻമാളിക ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിടും. ഉറപ്പ. നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത്, നീ ചിന്തിക്കാത്ത ചില മണ്ഡലങ്ങളിൽ കർത്താവ് നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കും. സ്വർണ്ണമ്മ സഹോദരിയുടെ മരുമകളോടൊരു ദൂത് പറയാനുണ്ട്. ഈ ദിവസങ്ങൾ നീ സങ്കടപ്പെട്ട് കരയുന്ന ചില വിഷയങ്ങളുണ്ട്.
എന്നോട് ഒരു വിഷയം നീ പറഞ്ഞിട്ടില്ലെന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില മാസങ്ങൾ കൊണ്ട്, ചില ആഴ്ചകൾ കൊണ്ട് നീയും ദൈവമായൊരു ബന്ധത്തിൽ നീ വരുന്നുണ്ട്. എവിടെയൊക്കെയോ നിന്നെ പകപ്പിച്ചവർ, എവിടെയൊക്കെയോ നിന്നെ ഒറ്റപ്പെടുത്തിയവർ, നിനക്ക് വേണ്ടി ഒരു വൻമാളിക ദൈവം ഒരുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പരിഹസിച്ചവരും നിന്ദിച്ചവരും കളിയാക്കിയവരും ആമേ സമൂഹത്തിൻ്റെ നടുവിൽ നിനക്ക് വേണ്ടി പട്ടണവാതിൽക്കൽ ആമേ ഒരു വാതിൽ ദൈവം തുറക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. മൈനസ് നിന്റെ ചുള്ളിൽ വരരുത്. ആമേ ഹല്ലേലൂയ. മനുഷ്യൻ മൂക്ക് ശ്വാസം ഉള്ളിടത്തോളം കാലം ഒരു മനുഷ്യനെ വിശ്വസിക്കരുത്. എന്ന് വിശ്വസിക്കാൻ കൊള്ളാമെന്നുള്ള ഒരുവനുണ്ട്. അതെന്റെ ദൈവമാണ്, അതെന്റെ ദൈവമാണ്. അവൻ എന്നെ കൈവിടത്തില്ല. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും, എനിക്ക് മറുപടി തരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആമേസ്തോത്ത് ഉത്സവത്തിന് പോയിരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി പെസഹ ആമേ ഹല്ലേലൂയ നടത്തുവാൻ യേശു വിരിച്ചൊരുക്കിയൊരു വൻമാളിക മുറി കാണിച്ചു കൊടുത്തു. ഒരു കുടം വെള്ളം നീ പ്രതി കണ്ട് ഒരു കുടം വെള്ളം ചുമന്നു കൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അല്ലോ, ഇന്നലെ വരെ നീ പ്രതീക്ഷിക്കാത്ത, നീ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളിൽ കൂടി ആയിരിക്കാം ആമേ നിന്നെ ദൈവം ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്ക്, ഹല്ലേലൂയ. ഇവിടുത്തെ ചില ആളുകൾ നിന്നെ പരിഹസിക്കും, നിന്നെ പറ്റിക്കും, നിന്നെ ചതിക്കും. എന്നാൽ ചതിക്കുഴിയിൽ വീഴുന്നതിന് മുമ്പ് ചില വാതിലുകൾ ദൈവം നിനക്ക് കാണിച്ചു തരും. ദൈവം നിനക്ക് തുറന്നിടും. ഹല്ലേലൂയ. മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാല് നിനക്ക് വേണ്ടി ഒരു ഇടം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം ദൂത് സ്വീകരിക്കുക. കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ, കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. എത്ര തവണ വിളിച്ചു പറഞ്ഞാലോ ആമേ ഹല്ലേലൂയ, നിങ്ങൾ എത്രത്തോളം സ്വീകരിക്കാൻ തയ്യാറുണ്ട്? ആമേ നിന്റെ സാഹചര്യങ്ങളെ മാറ്റി തരുവാൻ, നിന്റെ പ്രശ്നത്തെ പരിഹരിച്ചു തരുവാൻ എന്റെ ദൈവത്തിന് കഴിയോ? ക്ഷീണിച്ചിരിക്കുന്ന ആരൊക്കെയോ ദൂത് കേൾക്കുന്നുണ്ട് കേട്ടോ. ചില മനുഷ്യരെ വാക്കുകളാൽ ബലഹീനതപ്പെട്ട് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ചിലർ ഇതിനകത്ത് ദൂത് കേൾക്കുന്നുണ്ട്. അവരോടാണ് ഈ ദൂത്. വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ച് ഒറ്റപ്പെടുത്തി നിന്നെ കരയിപ്പിച്ചവിടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വൻമാളിക മുറി വിരിച്ചൊരുക്കുന്നുണ്ട്. നിന്നെ ദൈവം അതിനകത്ത് പ്രവേശിപ്പിക്കും. കാര്യം ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. നിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റും കേട്ടോ. ഓ, നിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നിന്റെ പുറകിൽ മറഞ്ഞിരുന്ന ചില ദുഷ്ടശക്തികൾ, നിനക്കെതിരെ അസഭ്യ വാക്കുകൾ പറഞ്ഞ് നിനക്കെതിരെ അഴിച്ചുവിട്ട ചില വായ ദൈവം പൂട്ടും 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 പൂട്ടും. പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ ദുഷിച്ച നാവുകളെ ദൈവം പൂട്ടും. പകരം ദൈവം നിനക്ക് വേണ്ടി വലിയൊരു മാളിക മുറി ഒരുക്കുന്നുണ്ട്. കരമടിച്ച് ഹല്ലേലൂയ. എന്നെ തെരഞ്ഞെടുത്തവൾ പറയും, എന്നെ തെരഞ്ഞെടുത്തത് ഇവിടത്തെ ഗവൺമെന്റ് അല്ല, എന്നെ തെരഞ്ഞെടുത്തത് എന്റെ അപ്പനാണ്, എന്റെ യേശുവാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ യേശുവിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങട്ടെ. എല്ലാവരും ചാടി വേഗത്തിൽ എഴുന്നേറ്റേ, എല്ലാവരും എഴുന്നേറ്റേ. ഹല്ലേലൂയ.